ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എയർ സസ്പെൻഷനെ കുറിച്ചുള്ളൊരു വീഡിയോ കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം ബെന്റിലി, അതേപോലെ റോൾസ് റോയ്സ്, റേഞ്ച് റോവർ, ഇങ്ങനെ ഒരുപാട് ലക്ഷറി വാഹനങ്ങളിൽ എയർ സസ്പെൻഷൻ വരുന്നുണ്ട്. അപ്പോൾ അത് ബൈക്കിലും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ചില ഹാർലി ഡേവിഡ്സന്റെ ബൈക്കിലൊക്കെ ഈ ഒരു സംഭവം വരുന്നുണ്ട്. അതേപോലെ തന്നെ അത് മോഡിഫിക്കേഷൻ കിറ്റായിട്ടും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഹാർലി ഡേവിഡ്സന്റെ ബൈക്ക് കണ്ടപ്പോൾ അതിലിങ്ങനെ ഈ ഒരു സംഭവം കണ്ട്, അപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ സാധിക്കും. ഇത് വേണമെങ്കിൽ നമ്മളെ ബുള്ളറ്റിലൊക്കെ ഈ ഒരു സംഭവം നമുക്ക് മോഡിഫിക്കേഷൻ ചെയ്തിട്ട് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ഈ ഒരു കിറ്റല്ല, ഇതെങ്ങനെ ഈ ഒരു ബൈക്കിൻ്റെ ഉള്ളിൽ ഇൻസ്റ്റാൾ ചെയ്യും, അതേപോലെ അതിൻ്റെ പാർട്ടുകൾ എന്തൊക്കെയാണ് ഉള്ള ഒരു ചെറിയ ടെക്നിക്കലായിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു കിറ്റ് ഇതിൽ ചെറിയൊരു എയർ കംപ്രസർ, അതേപോലെ 2 എയർ ഷോക്ക്, എയർ സസ്പെൻഷൻ്റെ ഷോക്ക്, ഇങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെയാണ് വരുന്നത്. അതേപോലെ അതിൻ്റെ സോളിനോട് വാൽവ്, അത് ഹൈറ്റ് കൂട്ടും കുറയ്ക്കാനുള്ള വാൽവ്, സ്വിച്ച് മെക്കാനിസങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ബുള്ളറ്റിൻ്റെ ചില വാഹനങ്ങളിലൊക്കെ നമുക്ക് ബുള്ളറ്റിൻ്റെ റിയറിൽ നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് ഒരു വെറൈറ്റി ആയിരിക്കും. അതേപോലെ ചില യൂട്യൂബിൽ ചില വീഡിയോ ഉണ്ട്. അപ്പോൾ അതിൽ ഇങ്ങനെ സ്കൂട്ടറിൻ്റെ റിയറിലൊക്കെ ഇത് ഫിറ്റ് ചെയ്യുന്നുണ്ട്, ഒരു സിംഗിൾ ഷോക്ക്. അപ്പോൾ അതുവഴി സ്കൂട്ടറിൻ്റെ റിയർ പൊക്കാനും താത്താനൊക്കെ സാധിക്കും. അതേപോലെ കാറിലൊക്കെ ചില ആൾക്കാർ ഇത് മോഡിഫൈ ചെയ്യുന്നുണ്ട്. കോണ്ടസ ഇത്തരത്തിലുള്ള കാറുകളിലൊക്കെ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. എയർ സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ ഒരു വെറൈറ്റി ആയിരിക്കും കേട്ടോ. ഈ ബുള്ളറ്റിലൊക്കെ ഇത് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ, അതേപോലെ നമുക്ക് ബൈക്കിൻ്റെ ഈ ഒരു ബുള്ളറ്റിൻ്റെയൊക്കെ ഹൈറ്റ് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശരിക്കും സ്റ്റോപ്പറൊക്കെ ഫിറ്റ് ചെയ്യേണ്ടി വരും. ഇത് മാക്സിമം എത്ര താവണം എന്നുള്ള ഒരു കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ വേണം. അത് ശരിക്കും മോഡിഫൈ ചെയ്യുന്ന ആൾക്കാർക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കും ഇത്. അപ്പോൾ വേണ്ടവർക്ക്, അപ്പോൾ ആർക്കാണ് ഇത് താല്പര്യം വെച്ചാൽ അവർക്കൊക്കെ അത് ഓൺലൈനിൽ വേണമെങ്കിൽ ഓർഡർ ചെയ്യുക, അതേപോലെ ഇൻസ്റ്റാൾ ചെയ്യാൻ അത്ര ടഫൊന്നല്ല. ശരിക്കും പക്കയായിട്ട് ഒന്ന് മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ ഇതിന് ശരിക്കും സെൻട്രൽ സ്റ്റാൻഡിൻ്റെ ആവശ്യമൊന്നുമില്ല ശരിക്കും ഈ ബൈക്കിന്. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ആ ഒരു എൻജിൻ ശരിക്കും നിലത്തിയിരിക്കും റോട്ടുമിൽ. അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഇത് മോഡിഫൈ ചെയ്തെടുക്കുക വേണം വെച്ചാൽ. നോർമലി ഈ കാറുകളിലൊക്കെ ഈ ഒരു എയർ സസ്പെൻഷൻ വരുമ്പോൾ ഭയങ്കര ടഫായിട്ടാണ് വരിക. അതിന് വലിയ എയർ കംപ്രസർ, അതേപോലെ മോഡ്യൂളുകൾ, കുറേ സ്വിച്ചുകൾ, കുറേ നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ, അതേപോലെ മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് ആണ് വാഹനങ്ങളിലേക്ക് വരുന്ന സമയത്ത്. ഇപ്പോൾ ഈ ഒരു ബൈക്കിലേക്ക് വരുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ടാണ് അവർ നിർമ്മിച്ചിട്ടുള്ളത്. ചെറിയ എയർ കംപ്രസറും, അതേപോലെ ചെറിയ എയർ റിസർവോയർ, അതേപോലെ കൺട്രോളിങ് സ്വിച്ച്, അതേപോലെ ഫ്യൂസ്, റിലേക്ക് വരുന്നുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു കിറ്റാണ് ശരിക്കും. ഇത് നമുക്ക് ഈസിയായിട്ട് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ബൈക്കിലാട്ടോ നമ്മളെ എയർ സ്പ്രിങ്ങുകൾ. അപ്പോൾ ഇത് ഹാർലി ഡേവിഡ്സൻ്റെ ഏതൊരു ഹെവി ആയിട്ടുള്ളൊരു മോഡലാണ്. ഇവിടെ കാണാം ഇതിൻ്റെ മീറ്റർ പാനലൊക്കെ ഇവിടെ കാണാം. നമ്മളെ കാറിന് ബസ്സിനൊക്കെ ഉള്ള ഒരു കുറേ മീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൂടെ സൈഡിൽ സ്പീക്കറൊക്കെ വരുന്നുണ്ട് ഈ ഒരു വാഹനത്തിന്. നല്ല പാട്ടൊക്കെ കേട്ടിട്ട് പോവുക. അതേപോലെ നാവിഗേഷൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ റിയറിൽ അവർ ഈ ഒരു സംഭവം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റിയറിൽ എയർ സ്പ്രിങ്ങാണ് വരുന്നത്. ഇപ്പോൾ എയർ സ്ട്രട്ട് അല്ലെങ്കിൽ എയർ സ്പ്രിങ് എന്നൊക്കെ പറയുന്നതിന് ഈ സംഭവം ഇത് കാറിനൊക്കെ വരുന്ന അതേപോലെ തന്നെയുള്ള ചെറിയൊരു സംഭവമാണ്. ഇത് ശരിക്കും ഒരു ബലൂൺ കേട്ടോ. ഇതിൻ്റെ അകത്ത് എയർ ഒന്നും നിറയെ ചെയ്യുക. അപ്പോൾ ഇത് മേലോട്ട് പൊന്തും താവുകയൊക്കെ ചെയ്യും. നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇത് സിമ്പിളായിട്ട് ആ ഷോക്ക് എടുത്ത് ഒഴിവാക്കിയിട്ട് ഈ ഒരു സംഭവം ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. പിന്നെ ഈ ഒരു ഷോക്കിനകത്തേക്ക് എയർ സപ്ലൈ ചെയ്യുന്ന ഒരു ട്യൂബൊക്കെ ഉണ്ട്. ആ ട്യൂബൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണം. ഈ സൈഡിൽ കാണുന്ന ഈ ഒരു സ്റ്റീലിൻ്റെ ഈ ഒരു ട്യൂബ് പോലത്തെ സംഭവം കേട്ടോ, ഇതിൻ്റെ എയറിൻ്റെ ടാങ്ക് കേട്ടോ. ഈ കാണുന്ന സംഭവം ഇതിൻ്റെ എയറിൻ്റെ റിസർവോയറാണ്. ഇതിൻ്റെ അകത്തേക്ക് ഈ ഒരു കംപ്രസർ എയറിനെ നിറയ്ക്കും. അപ്പോൾ അതുവഴി ഈ നമ്മൾ സ്വിച്ച് ഓൺ ഓഫ് ആക്കുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു സസ്പെൻഷനിലേക്ക് വരുന്ന എയറിനെ ഇപ്പോൾ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതുവഴി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഹൈറ്റ് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഫുള്ള് താത്തി കഴിഞ്ഞാൽ ഈ ഒരു വാഹനം ശരിക്കും നിലം തൊടുന്ന ഒരു ലെവലിലേക്ക് വരും. അതുപോലെ ഈ ഒരു സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഇതിൻ്റെ എയർ കംപ്രസറൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ചെറിയൊരു എയർ കംപ്രസറുണ്ട്. അതുപോലെ ഇവിടെ ഈ ഒരു എയർ സ്പ്രിങ് കാണാം. അതിന് ചെറിയ ലീക്ക് ഉണ്ട്, എയർ സ്പ്രിങ് ഡാമേജ് ആയിട്ടുണ്ട്. ഇവിടെ അമരുന്ന് കാണാം. ഇത് ശരിക്കും ബലൂൺ പോലത്തെ ഒരു സംഭവം കേട്ടോ, റബ്ബറിൻ്റെ ഒരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ചാമ്പറിനകത്ത് എയർ വന്ന് നിറയുന്ന സമയത്ത് ഈ ഒരു വാഹനം പൊന്തുക. ഇതുപോലെ ഇതിൻ്റെ ഇവിടെ റൈഡ് ഹൈറ്റ് സെൻസറൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഹൈറ്റ് എത്രത്തോളം കൂടി മാക്സിമം എത്തിക്കഴിഞ്ഞാൽ ഓഫാക്കണം, അതേപോലെ ഏറ്റവും കുറവായി കഴിഞ്ഞാൽ ഓഫാക്കാനുള്ള സംഭവങ്ങളൊക്കെയാണ്. ഇവിടെ ഈ ഒരു എയർ കംപ്രസർ ഈ ഒരു ബൈക്കിന് എവിടെ വേണമെങ്കിലും നമുക്ക് ഫിറ്റ് ചെയ്യാൻ സാധിക്കും കേട്ടോ. ഇപ്പോൾ ബുള്ളറ്റിലൊക്കെ ആണെങ്കിൽ വല്ല സീറ്റിനടിയിലോ വല്ല ഫ്രണ്ടിൽ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ സാധിക്കും ഈ ഒരു എയർ കംപ്രസർ. ഇവിടെ അതിൻ്റെ സോളിനോട് സ്വിച്ചും മെക്കാനിസം സംഭവങ്ങളൊക്കെ ഉള്ളത്. ഇതിൻ്റെ കിറ്റിൽ ഈ സംഭവം വരുന്നുണ്ട്. ഇത് വലിയ കുറേ ഡിവൈസുകളൊന്നുമില്ല. അത് നമുക്ക് തന്നെ അത് ശരിക്കും എവിടെയെങ്കിലുമൊക്കെ അത് അറേഞ്ച് ചെയ്ത് ഫിറ്റ് ചെയ്യുക. ഈ ഒരു എയർ കംപ്രസറും അതേപോലെ തന്നെ അതിൻ്റെ റിസർവോയറൊക്കെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഫിറ്റ് ചെയ്യുക. ഈ ഒരു സംഭവത്തിന് ഇവിടെ ഒരു കവർ വരുന്നുണ്ട് ഈ ഒരു ബൈക്കിന്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു എയർ കംപ്രസർ ഒന്നും കാണാൻ സാധിക്കില്ല. അങ്ങനെ അതിൻ്റെ ഡിസൈനിങ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പുറത്തുള്ള ആ ഒരു കവർ പോലെ അയച്ചതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിനകത്തുള്ള സംഭവങ്ങളൊക്കെ. ഈ ഒരു ബൈക്കിൽ ഇപ്പോൾ എത്ര ലോഡ് കയറ്റിയാലും അതേപോലെ എത്ര ആൾ കയറി കഴിഞ്ഞാലും
നമുക്ക് ഈ ഒരു വാഹനത്തിന് നോർമൽ ലെവലിൽ നിർത്താൻ സാധിക്കും. അതേപോലെ ഈ ഒരു വാഹനത്തിൻ്റെ അടി തട്ടുന്നുള്ള പേടിയൊന്നും വേണ്ട. അപ്പോൾ ഹമ്പ് ചാടുന്ന സമയത്തൊക്കെ വാഹനം അടി തട്ടുന്നുള്ള പേടിയൊന്നും വേണ്ട, നമുക്ക് ഹൈറ്റ് കൂട്ടാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട് ഈ ഒരു അതേപോലെ ഈ ഒരു ബൈക്കിന് നമ്മൾ ഇപ്പോൾ ഈ എന്താ പറയുക ഓഫ് റോഡിലൊക്കെ കൊണ്ടുപോകുന്ന സമയത്തും അതേപോലെ ചളിയുള്ള വഴിക്കൊക്കെ കൊണ്ടുപോകുന്ന സമയത്തൊക്കെ നമുക്ക് ഹൈറ്റ് കൂട്ടണമെന്ന് തോന്നുകയാണെങ്കിൽ ഈ ഒരു സസ്പെൻഷൻ്റെ ഹൈറ്റ് നമുക്ക് കൂട്ടാൻ സാധിക്കും. ഓഫ് റോഡിന് പോകുമ്പോഴൊക്കെ ശരിക്കുള്ള ബെനിഫിറ്റാണ്. ഈ ഒരു അടി തട്ടാതെ നമുക്ക് ഈ ഒരു വാഹനത്തിനെ ഏത് റോഡിൽ നമുക്ക് കൊണ്ടുപോകാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടും. കാരണം ഹൈറ്റ് ഈ ഒരു വാഹനം നമുക്ക് ഹൈറ്റ് കൂട്ടാനുള്ള ഒരു ഓപ്ഷൻ കിട്ടുകയാണ്. അപ്പോൾ അത് ശരിക്കും ഭയങ്കര യൂസ്ഫുള്ളാണ്. ശരിക്കും ഹൈറ്റ് ലേശം കൂടിക്കഴിഞ്ഞാൽ വാഹനത്തിന് നമുക്ക് ഏത് ബൈക്കും കൊണ്ടുപോകാൻ സാധിക്കും. അതേപോലെ സ്പീഡിൽ പോകുന്ന സമയത്ത് ഈ ഒരു വാഹനത്തിന് ഹൈറ്റ് കുറയ്ക്കാൻ, സ്പീഡ് കൂടുന്ന സമയത്ത് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഹൈറ്റ് കുറയ്ക്കാൻ സാധിക്കും. അതുവഴി വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറയും, വാഹനത്തിന് സ്റ്റെബിലിറ്റി കൂടും. വാഹനം സ്പീഡ് കൂടുന്നതനുസരിച്ച് ഹൈറ്റ് കുറയണം, എന്നാലേ വാഹനത്തിന് ആ ശരിക്കും സ്റ്റെബിലിറ്റി കിട്ടുള്ളൂ. ഈ കാണുന്ന കേട്ടോ ഇതിൻ്റെ കിറ്റ്, ഇതിൽ 2 ഷോക്കും അതേപോലെ എയർ കംപ്രസർ, ഇതിൻ്റെ റിലേ, വയറിങ്, ട്യൂബ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് 25,000 അടുത്ത് ഇതിൻ്റെ പ്രൈസ് വരുന്നുണ്ട് കേട്ടോ.